പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണ പ്രതീക്ഷയിലാണ് AINRC NDA സഖ്യം. പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ NRC നയിക്കുന്ന NDA സർക്കാരിന് തുടർഭരണം പ്രവചിക്കുന്നുണ്ട്. എല്ലാ സർവേകളും സഖ്യത്തിന് 16 മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തിന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് 4 മുതൽ 12 സീറ്റ് വരെയാണ്. നടൻ വിജയുടെ TVKയും ഇത്തവണ പുതുച്ചേരിയിൽ പോരുന്നുണ്ട്. സമൂർ നൈസാൻഡ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമൂർ, എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്? അജീംസ്, തമിഴ്നാടിനൊപ്പം തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. പുതുച്ചേരിയിൽ നമുക്കറിയാം തമിഴ്നാടിന്റെ രാഷ്ട്രീയം സ്വാധീനിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ആകെ 30 സീറ്റുകളാണുള്ളത്. ആ 30 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 16 സീറ്റുകളാണ്. കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് NDA സഖ്യത്തിന് വ്യക്തമായ ഒരു ഭൂരിപക്ഷം അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം ആക്സിസ് മൈ ഇന്ത്യ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് 16 മുതൽ 20 സീറ്റ് വരെ AINRC പ്ലസ് BJP സഖ്യം, അതായത് NDA സഖ്യത്തിന് ലഭിക്കുമെന്നാണ്. എന്നാൽ കോൺഗ്രസിന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് 6 മുതൽ 8 സീറ്റുകൾ വരെ മാത്രമേ പ്രവചിക്കുന്നുള്ളൂ. മറ്റു എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് 12 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യം പിടിച്ചെടുക്കാമെന്ന ഒരു വിലയിരുത്തലുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ NDA സഖ്യം 25 സീറ്റുകൾ വരെ വരാനുള്ള സാധ്യതയും ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ചെറിയൊരു എഡ്ജ് NDA സഖ്യത്തിനാണ്. അവിടെ നിലവിൽ മുഖ്യമന്ത്രി രംഗസ്വാമി അദ്ദേഹത്തിന് അവിടെ വലിയൊരു ജനപിന്തുണയുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷേമ പദ്ധതികളും കേന്ദ്ര പദ്ധതികളൊക്കെ നടപ്പാക്കിയ ആ വികസന നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാണിച്ചിട്ടാണ് NDA സഖ്യം അവിടെ മുന്നോട്ട് പോകുന്നത്. അവർ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും അവിടുത്തെ പ്രചാരണ റാലികളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും NDAയും കോൺഗ്രസും വലിയ രീതിയിൽ അവിടെ റാലികൾ സംഘടിപ്പിക്കുകയും വ്യക്തമായ പ്രചരണങ്ങൾ നടത്തി ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി, അമിത് ഷായും രാഹുൽ ഗാന്ധിയും ഖാർഗെയും എല്ലാം അവിടെ തമ്പടിച്ച് വിവിധ റാലികളിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണിയും അവിടെ വലിയൊരു പ്രതീക്ഷ കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിനെ സാമീപ്യമുള്ള പോലെ തന്നെ TVKയുടെ സാന്നിധ്യവും അവിടെ നിർണായകമാണ്. 30 സീറ്റുകളിൽ എല്ലാ സീറ്റുകളിലും TVK മത്സരിക്കുന്നില്ലെങ്കിലും TVK ചില മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. 3 മണ്ഡലം നമുക്കവിടെ മൊത്തം പോളിംഗ് 90% വരെ പോളിംഗ് നടത്തി റെക്കോർഡ് പോളിംഗ് ആണ് ഇത്തവണ പുതുച്ചേരിയിൽ വന്നത്. അതിൽ 4 മണ്ഡലങ്ങളിൽ 93 മുതൽ 94% വരെ പോളിംഗിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് പുതുച്ചേരി നടക്കുക എന്നതിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് അവിടെ മുന്നോട്ട് വെക്കുന്നത് ക്ഷേമ പദ്ധതികൾക്കാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കൂടുതലായിട്ടും ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ സ്ത്രീകൾക്കുള്ള പ്രത്യേക ധനസഹായം, തൊഴിലവസരങ്ങൾ, യുവാക്കളെ മുൻനിർത്തിയുള്ള പുതിയ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ നിലവിലെ ഭരണകക്ഷിയായ NR കോൺഗ്രസ് അവർ മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള ഒരു നടപ്പാക്കൽ അവിടെ നടത്തും. അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾക്ക് അധികം അവർ മുന്നോട്ട് വെക്കുന്നത് പുതിയ വികസന പദ്ധതികൾക്കാണ്. അപ്പോൾ വികസനവും ക്ഷേമ പദ്ധതികളും തമ്മിലുള്ള പ്രകടന പത്രികയാണ് ഇരു മുന്നണികളും അവിടെ മുന്നോട്ട് വെക്കുന്നത്. എന്നിരുന്നാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ നിലവിൽ ഒരു എഡ്ജ് NDA സഖ്യം തന്നെയാണ്. സമൂർ നൈസാനാണ്.